ഒരൊറ്റ തെറ്റുകൾ ഇവിടെ ആവർത്തിക്കാതെ, ഒരു കുഴപ്പങ്ങളും ഇവിടെ ആരും ചെയ്യാതെ നേരെ ചൊവ്വിന് ഇവിടെ ജീവിക്കാനും ഭരിക്കാനും ജോലി ചെയ്യാനും ഒക്കെ തയ്യാറാവുന്ന തരത്തിൽ കൂടെ അതിനെ ചെയ്യിപ്പിക്കാൻ കഴിവുറ്റ, എല്ലാത്തിനും തടയിടാനും കഴിവുറ്റ ഒരു സ്ത്രീ ഈ കേരളം ഭരിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്, അത് വിദൂരമല്ല, അത് ഉറപ്പായ കാര്യമാണ്. ആ സ്ത്രീ ഈ കേരളം ഭരിച്ച് കാണിച്ചു കൊടുക്കും. ഈ രാജ്യം എങ്ങനെയാണ്, ഈ സ്റ്റേറ്റ് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അവർ കാണിച്ചു കൊടുക്കും. തെറ്റായ സന്ദേശം, തെറ്റായ കാര്യങ്ങൾ കോടതിയിൽ ആരേൽപ്പിക്കുന്നോ അവരെ, സത്യത്തിൽ പറഞ്ഞാൽ അവരെ തൂക്കിലേറ്റിയാ വേണ്ടുന്നത്. അങ്ങനെ ഒരു നിയമം ഇവിടെ കൊണ്ടുവരണം. ആ ഒരു ആഭ്യന്തരമന്ത്രി ആ ശക്തി തെളിയിക്കണം. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനടുത്ത് ചോദിക്കേണ്ട ആവശ്യം, കേന്ദ്രം ഭരിക്കുന്ന ആഭ്യന്തരത്തിന് മാത്രമേ അദ്ദേഹത്തിനടുത്ത് കാര്യങ്ങൾ ചോദിക്കാനും പറയാനുള്ള അവകാശം കൊടുക്കാവൂ. കേരളത്തിന്റെ അല്ലെങ്കിൽ വേറെ ഏത് സ്റ്റേറ്റിനാലും മുഖ്യമന്ത്രിക്ക് ആ ഒരു അധികാരം. എല്ലാ സ്റ്റേറ്റുകളിലും ഇങ്ങനെ ഒരു സിസ്റ്റം വരണം. അത് ഇവിടെ അനിവാര്യമാണ്. കാരണം ഈ അടുത്തിടെ അടയ്ക്കുന്ന നമ്മളൊരു ഫേസ്ബുക്കിലൊരു കാര്യം കണ്ട്, ഒരു ഭാര്യയെ കൊന്നു എന്നും പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. അറസ്റ്റ് ചെയ്തു, അയാളെ 3 വർഷം അയാളെ ജയിലിലിട്ടു. അവസാനം മർദ്ദിച്ച് അവശതയാക്കിയിട്ട് അയാളെ ചെയ്യാത്ത കുറ്റം അയാളെ ചെയ്തെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞു. അയാൾക്ക് പരോള് കിട്ടിയപ്പോഴെങ്ങാണ്ട് എവിടെ ചായ കുടിക്കാൻ പോയപ്പോൾ അയാളെ മരിച്ചു പോയെന്ന ഭാര്യ കാമുകനൊപ്പം ഒരു ചായ കുടിക്കാൻ ഫേസ്ബുക്കിൽ വായിച്ചതാ. അറിയോ? അവസാനം അന്ന് പറഞ്ഞ ഇവർ മരിച്ചുപോയുടെ അവിടെ ശരിക്കും പറഞ്ഞ മതസൗഹാർദ്ദത എന്നൊക്കെ പറയച്ചലേ ഉള്ളൂ. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനല്ല, പണ്ടത്തെ കേരളം തിരിച്ചു വരണം. സൗഹാർദ്ദതയും സ്നേഹവും സന്തോഷമായിട്ട് പോകുന്നൊരു കേരളമുണ്ട്. എല്ലാവരും നല്ല ഒരുപോലെ സ്നേഹിച്ചു പോകുന്നത്. അങ്ങനൊരു കേരളം ഇവിടെ വരണം. അങ്ങനൊരു കേരളം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അത് BJPയുടെ ഭരണ സമയത്തെ അത് നടക്കുള്ളൂ. അവർ ഭരിക്കുമ്പോഴതെല്ലാം തിരിച്ചു വരുള്ളൂ. എല്ലാവരും പറയുന്നത് BJP ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ടൊക്കെ ആയി മാറും, ഏതാണ്ടൊക്കെ ആയും സംഭവിക്കും എന്നൊക്കെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ഏതെല്ലാം സ്റ്റേറ്റ് BJP ഭരിക്കുന്നു? ഏതെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ പറയുന്നുണ്ടോ ഒരു കുറ്റം അവരെക്കുറിച്ച്? എങ്ങും പറയുന്നില്ലല്ലോ. അതുപോലെ കേരളത്തിലും വരണം. അതിനുവേണ്ടി ഈ പ്രാവശ്യം ഒരുപാട് ജാതിയും മതവും ഒക്കെ മറന്ന് ഒരുപാട് പേര് BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ളവരെ ഉറപ്പാണ്. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരും. ഏതായാലും ഇത് ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ഈ ഒരു ഇലക്ഷൻ കേരളത്തിന് ഒരു ഭാഗ്യ പരീക്ഷണം ദൈവം കൊടുത്തതാണ്. ഇനി ഇവിടെയുള്ള ഈ കേരളത്തിനെ സ്നേഹിച്ച് കേരളമെന്ന് കാണാൻ ആഗ്രഹിക്കുന്നവര്, അവർക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കുഞ്ഞു കുട്ടികൾക്കും അവരുടെ വരും തലമുറകൾക്ക് സ്വസ്ഥതയും സമാധാനമായിട്ടോടെ ജീവിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. അതാണ് എനിക്ക് പറയാൻ